ഇന്ന് രാത്രി അതായത് നാളെ വെളുപ്പിനെ 12-ാം തീയതി രാവിലെ 6 മണിക്കാണ് നമ്മുടെ അർജന്റീന സ്വിറ്റ്സർലാൻഡിൻ്റെ പുതിയ കളി വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് നമ്മുടെ പാവം അർജന്റീന കൊണ്ടിരിക്കുന്നത്. ഞാൻ അർജന്റീന കട്ട ഫാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിവാദങ്ങൾക്ക് പറയാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെല്ലാം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അർജന്റീന മാത്രമാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ. ബാക്കി വേറെ രാജ്യങ്ങളൊന്നും ഗെയിം കളിക്കുമ്പോൾ ആരും ഈ വിവാദങ്ങൾ കൊണ്ട് പൊട്ടിക്കൊണ്ട് വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അതിനുവേണ്ടി എല്ലാവരും കറക്റ്റായിട്ട് പ്രിപ്പയർ ആയിട്ട് എന്തൊക്കെ പറയണം. മെസ്സിയുടെ കാലം അങ്ങോട്ട് പോയെങ്കിൽ, മെസ്സിയുടെ കൈ ഇങ്ങോട്ട് പോയെങ്കിൽ, ഹാൻഡ് ബോൾ വന്നെങ്കിൽ, ഹെഡ് ബോൾ വന്നെങ്കിൽ ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. അതിനുവേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ്. എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ മാച്ച് കാണാൻ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. രാവിലെ ഈ ഒരു മാച്ചിൻ്റെ ടൈം തന്നെ എല്ലാം മാറിയതുകൊണ്ട് നമുക്ക് ചെറിയ വിഷമമുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല. അർജന്റീന ഫാൻ ഗേൾ ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തിരുന്നാലും ഞാനിരുന്ന് കാണും ചെയ്യും. അപ്പോൾ നമ്മുടെ അർജന്റീന ആലോചിക്കും. നമ്മുടെ മെസ്സിനെ മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. എന്തുമാത്രം വിവാദങ്ങളാണല്ലേ ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മെസ്സി എല്ലാം ഫൗളാണ് കാണിച്ചത്, മെസ്സി എല്ലാം അങ്ങനെയാണ് കാണിച്ചത്, ഇങ്ങനെ അർജന്റീന ഫാൻ മെസ്സി ബോയ്, ഫിഫ ബോയ്, പൈസ കൊടുത്തിട്ട് ചെയ്ത് അത് ഇതെല്ലാം. പക്ഷേ അവരുടെ കഴിവിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിലാണ് ഈ ഒരു അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, കഴിഞ്ഞ ദിവസം കളിച്ച ഫ്രാൻസിൻ്റെ ഗെയിമിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറോക്കോ നല്ല വിവാദങ്ങൾ പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആരും പൊക്കിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ റീൽസ് വഴിയൊക്കെയാണ് തോന്നുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മെസ്സി ഒരു ലെജൻഡറാണ്, മെസ്സി ഒരു സംഭവമാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അംഗീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഈ ലോകത്തിന് കഴിയുന്നില്ല. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് രാവിലെയുള്ള കളിയിൽ നമുക്ക് എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം. നമ്മൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും പറയാനുള്ളത്, കുരയ്ക്കുന്നവർ കുരച്ചുകൊണ്ടിരിക്കും, മെസ്സിയും ടീമും കപ്പും കൊണ്ട് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ടൈപ്പായി പോർച്ചുഗൽ ഫാൻസ്, ബ്രസീൽ ഫാൻസ്, അങ്ങനെ അവരുടെയൊക്കെ ഫാൻസ് ഫാൻസിലെ ആൾക്കാർ വന്നിട്ടാണ് ഈ വിവാദങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വരുന്നത്. ഇതെല്ലാം ഫിഫക്കാർ അറിഞ്ഞു തന്നെ സംശയമാണ് കേട്ടോ. എന്താ ഫൗള് കാണിച്ചിട്ട് റെഫറി വിസിലടിച്ചിട്ടില്ല, ഊതിയിട്ടില്ല, എന്തൊക്കെയാ പറയുന്നത്. ഇത് കാണുമ്പോഴല്ല ഞാൻ എല്ലാത്തിലും ചെന്ന് കമന്റ് അടിക്കും. പക്ഷേ നമുക്കറിയാലോ വാസ്തവം എന്താണെന്ന് വെച്ചാലും ഒരു പ്രശ്നമില്ല. നമ്മുടെ മെസ്സി എന്തെങ്കിലും ചെയ്തോ അത് പൊക്കിക്കൊണ്ട് വരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്താണെങ്കിലും അർജന്റീന ഫാൻസ് ഓൾവേസ് അത് ഫാൻസ് തന്നെയാണ്. അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. കാരണം നാളെ രാവിലത്തെ സ്വിറ്റ്സർലൻഡ് അർജന്റീന മാച്ച് എല്ലാവരും കണ്ടിരിക്കണം. നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെ വിവാദങ്ങൾ ഇനി വരാൻ പോകുന്നു കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് ഞങ്ങൾ അർജന്റീന ഫാൻസ്. എല്ലാ വിവാദങ്ങളും പോട്ടെ. പക്ഷേ ഗോൾ അടിച്ചാൽ അത് സമ്മതിക്കണം. കഴിവുണ്ടെങ്കിൽ അതിനെ സമ്മതിച്ചിരിക്കണം. അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് അവിടെ ഇരുന്ന് കുറച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആര് കപ്പ് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. കളിച്ച് നേടുന്നവർ കപ്പ് കൊണ്ടുപോട്ടെ, കഴിവുള്ളവർ കപ്പ് കൊണ്ടുപോട്ടെ. അതല്ലേ അതിൻ്റെയൊക്കെ ഒരു ശരി എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ലൈവായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്, ഫുട്ബോൾ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ കൂടി ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന ലൈവായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ടെലികാസ്റ്റിംഗ് പരിപാടിയല്ല, ഇത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ഓൺ ദ സ്പോട്ടിൽ അതിൻ്റെ ഡിസിഷൻ അവർ പലരുമായിട്ട് സംസാരിച്ചിട്ട് അതിന് ശേഷമാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ചിലപ്പം സംഘാടകർക്കും അല്ലാത്ത എല്ലാവർക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിരിക്കാം. പക്ഷേ ഈ ഒരു ചെറിയ മിസ്റ്റേക്കുകൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് മെസ്സി അങ്ങനെയാണ്, മെസ്സി പൈസ കൊടുത്തിട്ടാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് മൈന്യൂട്ട് ചെറിയ പ്രശ്നമൊക്കെ എല്ലാ ഗെയിമുകളിലും വന്നിരിക്കും. അപ്പം അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഏത് ഫാൻസിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ഫാൻസിൽ തന്നെ അപ്പം തന്നെ നിലകൊണ്ട് എന്താണെങ്കിലും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് നാളത്തെ ഗെയിം എന്ന് പറയുന്നത്. നാളത്തെ മാച്ച് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡും അർജന്റീനയും തമ്മിലുള്ള മാച്ച്. എന്ന് രാവിലെ വെളുപ്പിന് നടക്കാൻ പോകുന്ന സ്വിറ്റ്സർലൻഡും അർജന്റീനയും തമ്മിലുള്ള മാച്ചിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അത് ബ്രസീൽ ഫാൻസ് ആണെങ്കിലും പോർച്ചുഗൽ ഫാൻസ് ആണെങ്കിലും ഫ്രാൻസ് ഫാൻസ് ആണെങ്കിലും എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. കാരണം എന്താണ്, മെസ്സിയുടെ